പറയണത്. കാര്യം എന്താണ്? ഉടമ്പടി വേറെ ആരും പറയണില്ലല്ലോ. കേരളത്തിൽ പറയുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. കർത്താവിൻ്റെ വചനങ്ങൾ സഭയുടെ പഠനമനുസരിച്ചാണെങ്കിൽ നമുക്ക് എവിടുന്നും കേൾക്കാം. അതെല്ലാം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കും, ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ വർദ്ധിപ്പിക്കും. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, അങ്ങയെക്കുറിച്ചുള്ള കൂടുതൽ അറിവിലേക്ക് എന്നെ വളർത്തണമേ. എനിക്ക് ആഴമായ ബോധ്യങ്ങൾ നൽകണമേ. ഇപ്പം ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ആദ്യം നമ്മൾ ഒരു തീരുമാനം എടുക്കണം. എന്ത് തീരുമാനം എടുക്കും? ദൈവത്തെ സ്നേഹിക്കാനൊരു തീരുമാനം എടുക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവത്തെ സ്നേഹിക്കാൻ ഒരു തീരുമാനം എടുക്കണം. കാരണം ദൈവസ്നേഹം കൂടിക്കൂടി വരുമ്പോൾ ഇപ്പം നമ്മൾ സ്നേഹമുള്ള വ്യക്തിയെക്കുറിച്ചല്ലേ കൂടുതൽ അന്വേഷിക്കണത്, അല്ലേ? അതാണ് സംഭവം. ദൈവത്തെക്കുറിച്ചുള്ള അറിവെന്ന് പറയണത് ദൈവത്തെക്കുറിച്ചുള്ള സ്നേഹത്തിന് ആനുപാതികമായിരിക്കും. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇപ്പോൾ പൗലോസ് പറയണ തന്നെ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അത് മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹം തന്നെയല്ല, ദൈവത്തോടും ഉള്ള സ്നേഹമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇപ്പം നമ്മുടെ IELTS ആണ് നമ്മുടെ ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മളുടെ വസ്തു വിൽപ്പനയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ നമ്മൾ ജഡികരായി. അപ്പം തന്നെ അപ്പോൾ പുരോഗമനം ഉണ്ടാകത്തില്ല, നമുക്ക് ആത്മീയ വികസനം ഉണ്ടാകത്തില്ല. ആ ലക്ഷ്യങ്ങളൊക്കെ ദൈവത്തിൽ നമ്മൾ വിട്ടിരിക്കുക. നമ്മൾ ഉടമ്പടി എഴുതിയ 6 കാര്യങ്ങളില്ലേ, അത് ചുമന്നുകൊണ്ട് നടക്കരുത്. അത് നമ്മൾ ദൈവത്തിന് വിട്ടു, പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചു. ഇനി നമ്മുടെ ലക്ഷ്യം എന്താണ്? ദൈവമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. 1 കൊരിന്ത്യർ 13:14 ദൈവം ആയിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. എന്താ കാര്യം? 1 യോഹന്നാൻ 4:8 ദൈവം സ്നേഹമാകുന്നു. ഇപ്പോൾ വചനങ്ങൾ ലൂപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കേണ്ടത് 1 യോഹന്നാൻ 4:8 എന്താണ്? ദൈവം സ്നേഹമാകുന്നു. ഇനി 1 കൊരിന്ത്യർ 13:14 സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന വചനം കൂടി ലൂപ്പ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് അത് ലിങ്ക് ചെയ്യുകയാണ്. അത് ലിങ്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താ കിട്ടുന്നത്? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന് 1 യോഹന്നാൻ 13:14 പറയുമ്പോൾ 1 കൊരിന്ത്യർ 13:14 പറയുമ്പോൾ സ്നേഹം ആയിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന് കർത്താവിൻ്റെ വചനം പറയുമ്പോൾ ഇപ്പോഴേ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് ലിങ്ക് ചെയ്യണ ഏത് വചനമായിട്ടാണ്? 1 യോഹന്നാൻ 4:8 അല്ലേ? അതെവിടെ എന്താ പറയണത്? ദൈവം സ്നേഹമാകുന്നു. അപ്പോൾ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ കർത്താവ് പറയാതെ പറയണത് എന്താണ്? ദൈവമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഉടനെ പരിശുദ്ധാത്മാവ് പറയും, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയും. എന്താ കാര്യം? പൗശന്യമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ പിന്നെ പ്രാർത്ഥിച്ച് എനിക്ക് വന്നില്ല, പ്രാർത്ഥിക്കാത്ത അവൾക്ക് വന്ന്. അവൾ ഹിന്ദുവാണെന്ന്, അല്ലേ? ഹൈന്ദവ സഹോദരിയാണത്. പക്ഷേ ഹൈന്ദവ സഹോദരിക്ക് ഓഫർ ലെറ്റർ വന്നപ്പോഴേ മരീനയ്ക്ക് എന്നാ സംഭവിച്ചു? മരീനയുടെ പ്രാർത്ഥന ലക്ഷ്യം എന്താണ്? ദൈവമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ സ്നേഹ ലക്ഷ്യമായതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഉടനെ എന്ത് പറഞ്ഞു? അവൾ എൻ്റെ മകളാണ്, അവൾക്ക് ഞാൻ തന്നെ കൊടുത്തിരിക്കണത്, അതുകൊണ്ട് നീ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയും. അതാണ് വചനത്തിൻ്റെ പ്രത്യേകത. വചനം കേൾക്കുന്തോറും നമ്മളെ വിശുദ്ധീകരിക്കണത് ഇങ്ങനെയാണ്. അല്ല, നമ്മളിൽ സ്നേഹമില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കും. സഭയിലെ ആദ്യ രക്തസാക്ഷി ആരാ? സെൻറ്റ് സ്റ്റീഫൻ എസ്താപ്പാൻ, അല്ലേ? അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രഭാഷണം നടത്തിയായിരുന്നു. അദ്ദേഹം മരിക്കുന്ന മുമ്പ് ലാസ്റ്റ് പ്രഭാഷണം. ആ പ്രഭാഷണം കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് കല്ലെറിഞ്ഞ് തല പൊട്ടിച്ച് കൊല്ലണത്. മരിക്കുന്ന മുമ്പ് നടത്തിയ പ്രഭാഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് അറിയാമോ? നിങ്ങൾ, സഭയോട് പറഞ്ഞതാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കരുത്. ഒന്ന് പറഞ്ഞേ, നിങ്ങൾ
പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കരുത്, മത്സരിക്കരുത്. ആത്മാവിനോട് ഗുസ്തിക്ക് പോകരുതെന്ന് മനസ്സിലായില്ലേ? നടപടി 7:51 എന്ന് പറഞ്ഞ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കരുത്. കാരുണ്യത്തിന് എങ്ങനെയാ പരിശുദ്ധാത്മാവോട് ഇപ്പൊ നടപടി 7:51 പ്രകാരം ഈ പരിശുദ്ധാത്മാവിനോട് എങ്ങനെയാ മല്ലടിക്കണത്? ഇപ്പൊ മരീനയ്ക്ക് വേണമെങ്കിൽ മല്ലടിക്കാൻ പറ്റും. എങ്ങനെയാ? പിന്നെ പ്രാർത്ഥിക്കണേ എനിക്ക് കിട്ടിയില്ല, പ്രാർത്ഥിക്കാത്ത അവൾക്ക് കിട്ടി, പിന്നെ ഞാനാണ് ഇനി നന്ദി പറയാൻ പോണത്, വേറെ പണിയൊന്നുമില്ലേ. അതാണ് മല്ലടിക്കുക എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ മല്ലടിക്കണത്? നമ്മളിൽ ലോക അരുവി ഉള്ളത് കൊണ്ടാണ്. പറഞ്ഞ മനസ്സിലായ? നമ്മളിൽ ലോക അരൂപി ഉള്ളത് കൊണ്ടാണ്. ലോക അരൂപി ഉണ്ടെങ്കിലാണ് ഗുസ്തിക്ക് പോണ. അതാണ് യോഹന്നാൻ 14:17 ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല എന്ന് പറഞ്ഞേ. സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല. അപ്പോൾ ലോകത്തിൻ്റെ അരൂപി ഉണ്ടെന്നുണ്ടെങ്കിൽ പൗശന്യം, കുശുമ്പ്, കുന്നായ്മ, ഏഷണി, മത്സരം ഒക്കെ വരും. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം എന്താ പരിശുദ്ധാത്മ വ്യാഖ്യാനിച്ചത്? ദൈവം ആയിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ തോറ്റാലും എന്തായിരിക്കണം ലക്ഷ്യം? ദൈവമായിരിക്കണം ലക്ഷ്യം. പറഞ്ഞ മനസ്സിലായ? ഉടമ്പടി ഒരു നിലപാടാണ്. ദൈവത്തിന് ഒപ്പിച്ചുള്ള വചനാധിഷ്ഠിതമായ ജീവിത നിലപാടിൻ്റെ പേരാണ് ഉടമ്പടി. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടി പ്രാർത്ഥനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മ വഴി ഈശോയുടെ ഉടമ്പടി നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ജീവിത വിശുദ്ധീകരണവും ശാക്തീകരണവും അവസാനം തന്നെ ഈശോ പറഞ്ഞത് സ്നേഹം ആയിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതിൻ്റെ ഷാഡോ വേർഡ് എന്താണ് പറയണത്? ദൈവം ആയിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതിനോട് ചോദിച്ചു പോകുന്നതാണ് റോസമ്മ ചേച്ചിയുടെ സാക്ഷ്യം. റോസമ്മ ചേച്ചിയുടെ സാക്ഷ്യം എന്താ? മകൻ പറഞ്ഞത് എന്താ? അമ്മ ഇനി പ്രാർത്ഥിക്കണ്ട, ഞാൻ ജയിക്കത്തില്ല, പരീക്ഷ പൊട്ടരുതെന്ന്. അല്ല, അങ്ങനെ പറഞ്ഞില്ലേ? നിങ്ങളത് കേട്ടില്ലേ? അമ്മ ഇനി പ്രാർത്ഥിക്കണ്ട, ഞാൻ ജയിക്കത്തില്ല, പരീക്ഷ പൊട്ട പരീക്ഷയായിരുന്നു അല്ലേ? റോസമ്മ തൃപ്പൂണിത്തറ. ആ ചേച്ചി ഇവിടുത്തെ ഒരു ബ്ലോക്കിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലേ? എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. നാട്ടുകാരോട് പരസ്യമായി മാപ്പ് ചോദിക്കുന്നു. കാര്യം ഇങ്ങനെയൊക്കെ ഒന്നും ഇവിടെ ബ്ലോക്ക് വരാൻ പാടില്ല. ഇത് നാഷണൽ ഹൈവേയാണ്. അത് പണ്ടത്തെ കാര്യമാണ്, ഇപ്പം ബ്ലോക്കില്ല. കാര്യം നമ്മൾ ഒരു സ്ഥലം സ്വന്തമായി മേടിച്ചു. നിങ്ങൾ തന്ന സ്വസ്ത്ര കാഴ്ചക്ക് ഒരു സ്ഥലം സ്വന്തമായി മേടിച്ചു. എന്തിനാണ്? വണ്ടി, നിങ്ങളവരുടെ വണ്ടി പാർക്ക് ചെയ്യാൻ. രൂപത നമുക്ക് 2 ഏക്കർ സ്ഥലം പാർക്ക് ചെയ്യാൻ വേണ്ടി വേറെ തന്നു. ഇടവക വികാരിച്ചനും കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, എല്ലാ തീർത്ഥാടകർക്കും ആവശ്യമായ ബാത്റൂം ഉൾപ്പെടെയുള്ളത് ഇടവക ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം പല രീതിയിലും നമ്മൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നമ്മൾ സഹായിക്കപ്പെടുന്നുണ്ട്. ഞങ്ങൾ തന്നെ ഒരു പ്രാർത്ഥന കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോഴേ സെക്കൻഡ് സാറ്റർഡേ കൂടി പ്രാർത്ഥന കൂട്ടി. എന്തിനാണ്? ഈ ബ്ലോക്ക് ആൾക്കാരുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ദൈവം തരുന്നത് കൊണ്ട് നമുക്ക് സ്തുതിച്ച് നന്ദി പറയാം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് തന്ന സബ്ജക്റ്റ് എന്താണ്? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതിൻ്റെ പരിശുദ്ധാത്മായ ഇപ്പം എന്നുള്ള വ്യാഖ്യാനം എന്താണ്? ദൈവം സ്നേഹമാകുന്നു, അതിനാൽ ദൈവമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. റോസമ്മ ചേച്ചിയുടെ അനുഭവ വ്യാഖ്യാനം എന്താ? മകൻ പറയുന്നു, പരീക്ഷ പൊട്ടയായിരുന്നു, ഇനി റിസൾട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അതല്ലേ പറഞ്ഞത്? പരീക്ഷ പൊട്ടയായിരുന്നു, പക്ഷേ റോസമ്മ ചേച്ചി ട്രെയിനിൽ വെച്ച് പ്രാർത്ഥിച്ചെന്നാണ് പറയണത്. ആ സാക്ഷ്യങ്ങളുടെ റീച്ച് കണ്ട. ട്രെയിനിൽ
ഉടമ്പടി പ്രാർത്ഥന 5:30 മണിക്ക് നടത്തേണ്ടതാണ്. അപ്പോൾ അവരെ നടത്താൻ അവർക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകളോ അല്പം പ്രായമൊക്കെ ഉണ്ടല്ലേ ആവശ്യത്തിന്. അപ്പം അതുകൊണ്ടാണ് അവർ ഉടമ്പടി ചെയ്യാൻ വിമുഖത കാണിച്ചത്. പക്ഷേ ഒരു ട്രിവാൻഡ്രത്തെ കുഞ്ഞ് പറഞ്ഞ അമ്മ എടുത്ത് ഉടമ്പടി ചെയ്യാൻ പറഞ്ഞു. അവരുടെ കൂടെ പ്രവർത്തിച്ചത് ആരാണ്? പരിശുദ്ധാത്മാവ്. അപ്പോൾ ചേച്ചിക്ക് ഉടമ്പടി ചെയ്യാനുള്ള ആഗ്രഹം കിട്ടി. അപ്പോൾ ചേച്ചിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പക്ഷേ ചേച്ചി എന്നാ ചെയ്തിരിക്കണത്? 5:30 വീട്ടിൽ തന്നെയല്ല, ഓടുന്ന ട്രെയിനിൽ തിരികെത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. മകൻ പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞു. കാര്യം എന്താണ്? റിസൾട്ട് ലക്ഷ്യം വെച്ചിട്ട് കാര്യമില്ല. ചേച്ചി പ്രാർത്ഥിച്ചു. കാര്യം എന്താണ്? ചേച്ചിക്ക് റിസൾട്ടല്ല ലക്ഷ്യം, ദൈവമാണ് ലക്ഷ്യം. ദൈവമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതാണ് നമ്മുടെ വിജയം. കൈ അടിച്ചു കർത്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ആരാധന ആരാധന. വിവാഹ തടസ്സം മാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോഴേ ഈ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ വിവാഹ തടസ്സം മാറിയിരിക്കും. കൃപാസനത്ത് വിവാഹ തടസ്സം എന്ന് പറയണത് പെൺപിള്ളേർക്ക് 27 വയസ്സും സ്ത്രീ പുരുഷന്മാർക്ക് 33 വയസ്സുമാണ്. അതുവരെ കൃപാസനം നോർമലായിട്ടേ കാണത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ തടസ്സമായിട്ട് തന്നെ കണ്ടിട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അത് വിഷയമായി വെക്കും. അപ്പോൾ ആ മേഖലകളെല്ലാം ഇതോടുകൂടി അതിൻ്റെ തടസ്സങ്ങൾ മാറുകയാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് ആരാധന. യേശുവേ, യേശുവേ, ആരാധന. ആരാധന കരങ്ങൾ വീശി ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധം നഷ്ടപ്പെടരുത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവം സ്നേഹം ആകുന്നു. സ്നേഹം ആയിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ സ്നേഹമുള്ള ദൈവമായിരിക്കണം പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും ലക്ഷ്യം. സ്നേഹമുള്ള ദൈവത്തോട് ആശ്രയം നടത്തി പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം 1 സാമുവേൽ 1-ാം അധ്യായം മുഴുവൻ നിറഞ്ഞു കിടക്കുന്നുണ്ട്. അവിടെ ആരാധിക്കപ്പെടുന്നത് സൈന്യങ്ങളുടെ കർത്താവാണ്. ഉടമ്പടി ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം സൈന്യങ്ങളുടെ കർത്താവെന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ നോക്കിപ്പിടിച്ച് വായിക്കണം. കാര്യം ഉടമ്പടിയുടെ ദൈവം, നമ്മൾ ഉടമ്പടി ചെയ്യണ ദൈവം എപ്പോഴും സൈന്യങ്ങളുടെ എന്നാൽ ദൈവത്തെ സൈന്യങ്ങളുടെ കർത്താവ് എന്ന് വിളിക്കുന്നത്. ഇപ്പം ജെറീക്കോ പൊടിക്കുമ്പോൾ 6-ാം അധ്യായത്തിൽ ജെറീക്കോ പൊടിക്കുമ്പോൾ സൈന്യങ്ങളുടെ കർത്താവാണ് ജനങ്ങളുടെ നടുക്ക് നിൽക്കണത്. വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിലും പിമ്പിലും നിന്നുകൊണ്ടാണ് അവർ കർത്താവിന് കാഹളം മുഴക്കിക്കൊണ്ട് കോട്ടയ്ക്ക് വലം വെക്കുന്നത് അല്ലേ. നിൻ്റെ ശക്തിയേക്കാൾ നിനക്ക് നേടാനുള്ളത്, പ്രതിരോധിക്കാനുള്ളത് വലുതായി വരുമ്പോഴാണ് നമ്മൾ സൈന്യങ്ങളുടെ കർത്താവിനെ ആശ്രയം വെക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? നിൻ്റെ ശക്തിയേക്കാൾ. ഇപ്പോൾ ജേക്കബ് ഡേവിഡിൻ്റെ സാക്ഷ്യത്തിൽ എന്താ പറഞ്ഞത്? അദ്ദേഹത്തെ കമ്പനി, അദ്ദേഹത്തിൻ്റെ യൂണിയൻ അദ്ദേഹത്തിനെ പലതരത്തിൽ ഒഴിവാക്കി കളഞ്ഞു. പിന്നെ പല സ്ഥലങ്ങളിലും നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു അക്കോമഡേഷൻ കിട്ടണില്ല. കാര്യം ചിലപ്പോൾ ഏജ് ഓവറാകും. ഇപ്പോൾ ഏജ് ഓവറായി എത്ര പേർക്ക് ജോലി കിട്ടിയ സാക്ഷ്യ ഉടമ്പടിയിലുണ്ട്? ഏജ് ഓവറായെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? 56 വയസ്സുള്ള ആൾക്കാർക്ക് വരെ ഉടമ്പടി ചെയ്തിട്ട് വിദേശ ജോലി കിട്ടിയിട്ടുള്ള സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടതാണ് ഇവിടെ. നിങ്ങൾക്കറിയാമല്ലോ, വിദേശത്ത് 56 വയസ്സുള്ളൊക്കെ ജോലി കിട്ടുന്നത്, അതും കമ്പനി ജോലി കിട്ടുന്നത് നടക്കാത്ത കാര്യമാണ്. അപ്പോൾ നമുക്ക് നടക്കാത്ത കാര്യങ്ങൾ, നമുക്ക്
എത്തിപ്പിടിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ജെറിക്കോ കോട്ട പോലെയാണ് നമുക്ക് തീരണത്. അപ്പോഴാണ് നമ്മൾ നമ്മുടെ കഴിവല്ല, സൈന്യത്താരെയല്ല, ശക്തിയാരെയല്ല കർത്താവെ നിൻ്റെ ആത്മാവിലെന്ന് പറഞ്ഞുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവിന് നമ്മൾ ഉടമ്പടി ചെയ്യണത്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ ഹല്ലേലൂയ കരങ്ങളടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവേ, സൈന്യത്താലെ അല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലാണ് ഉടമ്പടിയിൽ സഭ എല്ലാ നിയോഗങ്ങളും ദൈവ. കൈകാലുകളെ മരവിപ്പുള്ളവരെ കാലിൻ്റെ വിരലിലും കൈയുടെ വിരലിലുമൊക്കെ സ്പർശിക്കണം. ഓരോ മെസ്സേജ് അനുസരിച്ചാണ് കേട്ടോ നമ്മൾ പ്രാർത്ഥിക്കണത്. അപ്പം നേരത്തെ നമ്മൾ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ, അത് ഈ സ്തുതിക്കുന്നതിൻ്റെ ഇടയ്ക്ക് 2 കുരുവികളെ കർത്താവ് കാണിച്ചുകൊണ്ടാണ് പെട്ടെന്ന് വചനപ്രഘോഷണം നിർത്തിയിട്ട് ഈശോയുടെ പ്രേരണ അനുസരിച്ചുകൊണ്ട് നമ്മൾ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സാധിക്കുമെന്ന് കട്ടായം പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് വാതരോഗികളെ, കരൾ രോഗികളെ, അതായത് ആന്തരികമായ ചില അവയവങ്ങൾക്ക് കേടുപാടുണ്ടെങ്കിൽ കൈക്ക് മരവിപ്പുണ്ടാവും. പ്രത്യേകിച്ച് തള്ളവിരലിൽ മരവിപ്പുള്ളവരുടെ ആന്തരിക രോഗങ്ങളെയാണ് കർത്താവ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഹൃദയമാകാം, ചിലപ്പോൾ കരളാകാം. അപ്പോഴേ കൈകാലുകൾക്കും കരവിരലുകൾക്കും മരവിപ്പുള്ളവരെ അവിടെ സ്പർശിക്കുക. ആ കൈകാലുകളെ കൈകൊണ്ട് തന്നെ സ്പർശിക്കുക. കാലൊന്നും കുനിയേണ്ട കാര്യമില്ല. അത് കാലിൻ്റെ കാലുകൊണ്ട്, ഒരു കാലുകൊണ്ട് മറ്റു കാലം തൊട്ടാൽ മാത്രമേ. എപ്പോൾ തൊടുമ്പോൾ എന്ത് ചെയ്യണം? യേശുനാമത്തിൽ തൊടണം. ഇപ്പോൾ പാലായിൽ നിന്ന് വന്നൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? എൻ്റെ വയറ്റ് മുഴയാണെന്ന് പറഞ്ഞപ്പോഴേ ആ മുഴയെ ഞാൻ തൊട്ടോട്ട് പറഞ്ഞ് ഞാൻ നിന്നെ സുഖപ്പെടുത്തിയിരിക്കണമെന്ന് പറഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കത്തില്ല പറഞ്ഞിട്ടുള്ളത്. കാര്യം എന്താ? കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കർത്താവിന് ഉദ്ദേശം മനസ്സിലായി. പറഞ്ഞപ്പോൾ പെട്ടെന്നായി പോയെങ്കിലും കർത്താവിന് മനസ്സിലായി എന്താണ്. അവൻ്റെ നാമത്തിലാണ് നമുക്ക് രോഗസൗഖ്യം ലഭിക്കുന്നത്. അപ്പോൾ അവൻ്റെ നാമത്തിൽ ആര് പ്രാർത്ഥിച്ചാലും കർത്താവിൻ്റെ ശക്തി ആ വ്യക്തിയിലേക്ക് വരും. അതുകൊണ്ട് നിങ്ങൾ കാലെ പിടിച്ചാലും കയ്യെ പിടിച്ചാലും വിരലെ പിടിച്ചാലും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പിടിക്കണമെന്ന് പറയാം. നിങ്ങളുടെ ആന്തരിക രോഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങളുടെ കൈവിരലുകൾ, മരവിച്ച കൈവിരലുകളെ ഏതെങ്കിലും വിരൽ കൊണ്ട് കർത്താവിൻ്റെ നാമത്തെ ഞാൻ സ്പർശിക്കുന്നു. എനിക്ക് ആന്തരിക അവയവങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. പറയുക, കർത്താവിൻ്റെ നാമത്തെ ഞാൻ സ്പർശിക്കുന്നു, എൻ്റെ ആന്തരിക അവയവങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ, എൻ്റെ വാതരോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തെ ഞാൻ സ്പർശിക്കുന്നു, എൻ്റെ ആന്തരിക അവയവങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ, എൻ്റെ വാതരോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ദൈവമേ, ചത്തവരുടെ വീട്ടിൽ മരിച്ചവർ പ്രാർത്ഥിക്കണം. മക്കളെ എപ്പോഴും ശ്രദ്ധിക്കണം, സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം. കാര്യം എന്താണ്? ദൈവം സ്നേഹമാണ്. സ്നേഹമായ ദൈവം സൈന്യങ്ങളുടെ കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതുപോലെ ഒരു പ്രശ്നം ആർക്കാ? എൽക്കാനായും അന്നയും. ആരാണവർ? സാമൂലിൻ്റെ മാതാപിതാക്കന്മാർ അല്ലേ? പക്ഷേ എൽക്കാനയ്ക്കൊരു കുഴപ്പമുണ്ടായി. എൽക്കാനയല്ല, അന്നയ്ക്കൊരു സങ്കടം ഉണ്ടായി. എന്താ? ഈ എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ട്. ഒന്ന് സപത്നി. ആരാണ്? അവൾക്ക് മക്കളുണ്ടായി. പെനീന എന്നാണ് എൽക്കാനയുടെ ഒരു ഭാര്യയുടെ പേര്. അവൾക്ക് മക്കളുണ്ട്. അന്നയ്ക്ക് മക്കളില്ല. അന്ന 2ാമത്തെ ഭാര്യയാണ്, പക്ഷേ മക്കളില്ല. അത് കാരണം എന്നാ സംഭവിക്കണത്? ഈ എൽക്കാന ഇല്ലാത്ത സമയമൊക്കെ നോക്കിയിട്ട് ഇവളെ കുത്തുന്നോടം തുടങ്ങും. ആരെ? അന്നയെ. അപ്പോൾ വീട്ടിൽ പൊറുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പല വീട്ടിലും കുത്തുന്നോടൊക്കെ ഉണ്ടല്ലോ, ഭാഗ ഉടമ്പടി പ്രകാരമുള്ള കുത്തുന്നോടും ഒക്കെ ഇല്ലേ? കുത്തുവാക്കുകളും തോന്നിവാസങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ ഉണ്ട്. ബൈബിളിൽ ഈ ഭാഗങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണമെന്നറിയാവോ? നിൻ്റെ കുടുംബ സാഹചര്യം എന്ത് തന്നെ ആയാലും കാലകാലങ്ങളിൽ അതിൻ്റെ മേൽ കരുണയുള്ളവനാണ് കർത്താവ് നിന്നെ അറിയിക്കാൻ വേണ്ടിയാണ് കൈയടിച്ച് കർത്താവ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, കാലാകാലങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരുണ വർഷിക്കപ്പെടുന്നു. പരിശുദ്ധ കുർബാനയിൽ ഉപാസന ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മകളിലേക്കും വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുടേക്കും
അവരുടെ നിയോഗങ്ങളിലേക്കും ദൈവത്തിന്റെ ദിവ്യകാരുണ്യ സ്പർശനം ഇപ്പോൾ അനുഭവിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. രോഗങ്ങൾ സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ശക്തനായ ദൈവം എന്നതിൻ്റെ അർത്ഥമേ, ഇസ്രായേലിൻ്റെ ദൈവത്തിന് അനേക ആയിരക്കണക്കിന് കോടിക്കണക്കിന് സൈന്യങ്ങളുണ്ടെന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ വിശ്വാസം. എപ്പോഴെങ്കിലും യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ അശുദ്ധി കൊണ്ട് മാത്രമാണ് അതെന്നും കർത്താവ് യുദ്ധം ചെയ്യുന്നവനാണെന്ന്, യുദ്ധം ജയിപ്പിക്കുന്നവനാണെന്നുള്ളതാണ് അവൻ്റെ ചരിത്രാനുഭവങ്ങളാണ്. അപ്പം തൻ്റെ ജീവിതം അല്പം പാളിപ്പോകുന്ന പോലെ എൽക്കാനൊക്കെ തോന്നി. വീട്ടിലാണെങ്കിൽ അന്ന എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. അന്നയുടെ കരച്ചിൽ കാണുമ്പോൾ എൽക്കാന പറയും, എന്തിനാ അന്ന നീ ഭക്ഷണം കഴിക്കാത്തത്? നീ ഇങ്ങനെ കഴിക്കാണ്ടിരിക്കുമ്പോൾ എനിക്കും അത് വിഷമമാണെന്ന് എനിക്കറിയത്തില്ലേ? 10 മക്കളേക്കാൾ വിലയല്ലേ എനിക്ക് നിന്നെ? മക്കളില്ലെന്ന് എന്ത് വേണം? ഞാൻ തന്നെ ഉണ്ടല്ലോ നിനക്ക്. 10 മക്കളേക്കാൾ വിലയുള്ളവനായി ഞാൻ നിന്നെ നോക്കണില്ലേ? അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലും അതൊക്കെ ഒരു ആശ്വാസമാക്കണമെങ്കിലും നമുക്ക് മക്കൾക്ക് പകരം മക്കളെ തന്നെ വേണ്ടേ? അതാണ് പ്രശ്നം. അതാണ് കാന. വീഞ്ഞിന് പകരം വീഞ്ഞ് തന്നെ വേണം, ഇല്ലേ? ഉടമ്പടി അവിടെയാണ് ലാൻഡ് ചെയ്യണത്. മക്കൾക്ക് പകരം മക്കളെ തന്നെ തരുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ നിൽക്കുന്നത്. കൈയിടിച്ച് കർത്താൻ. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിൻ നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിൻ നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിൻ നാമം. അബ്രാഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. അബ്രാഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. നമ്മൾ ഉള്ളതുപോലെ പറയണത് ആരോടാ? നമ്മൾ ഉള്ളതുപോലെ പറയണത് ആരോടാ? നമ്മൾക്ക് ഏറ്റവും മനസ്സ് തുറന്നു കൊടുത്ത് പറയാൻ പറ്റുന്ന ആത്മബന്ധമുള്ളവരോടാണ് ഉള്ളതുപോലെ പറയണത്. അപ്പോൾ വീട്ടിൽ നിർത്തിക്കൊണ്ട് പോരാൻ പറ്റാത്ത കൊണ്ട് ഹന്നയോട് എൽക്കാന പറഞ്ഞു, ഞാൻ സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്, നീയും എൻ്റെ കൂടെ പോന്നോളാൻ പറയും. സങ്കടകാലത്ത് നമ്മൾ ആരാധിക്കേണ്ടത് ആരെയാണ്? ശക്തനായ ദൈവത്തെയാണ്, സൈന്യങ്ങളുടെ കർത്താവിനെ. അതാണ് അങ്ങനെ പറഞ്ഞത്. 1 സാമുവേൽ 1:3, ഞാൻ സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാൻ പോകുന്നു, നീ എൻ്റെ കൂടെ പോരാൻ പറയും. അപ്പോഴവർ ഷീലോയിലുള്ള കർത്താവിൻ്റെ ആലയത്തിൽ കൂടാരത്തിൽ ചെല്ലും. അന്ന് ദേവാലയമായിട്ടില്ല. കർത്താവിൻ്റെ കൂടാരത്തിൽ ചെല്ലും. കർത്താവിൻ്റെ കൂടാരത്തിൽ ചെല്ലുമ്പോൾ അവരവിടെ ഒരു സത്രത്തിൽ താമസിക്കുകയാണ്. പക്ഷേ ഇടയ്ക്കൊരു സമയമുണ്ടാക്കി അന്ന ഒറ്റയ്ക്ക് കർത്താവിൻ്റെ കൂടാരത്തിൽ വരും. എന്നിട്ട് അവൾ കുറേ സങ്കടങ്ങൾ ഒറ്റയ്ക്ക് കർത്താവിനോട് പറയും. സങ്കടം കൊണ്ട് വാക്കൊന്നും പുറത്ത് വരത്തില്ല. ഭയങ്കരമായൊരു പ്രാർത്ഥനയാണത്. നമ്മൾ കേട്ടാൽ നമ്മുടെ കണ്ണു നിറയും. അവളിങ്ങനെ വക്രിച്ചും കണ്ണ് ഗോഷ്ഠിപൊക്കെയിട്ടൊക്കെ ഇങ്ങനെ ചുണ്ടൊക്കെ കൂടി സങ്കടം കൊണ്ട് സഹിക്കാനാവാതെ മുറിഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ തേങ്ങി കരയണ പോലെ പ്രാർത്ഥിക്കും. അപ്പോൾ അവളെ കണ്ട ഒരു വെള്ളവടി പാർട്ടിയാണെന്ന് പറയും. അന്നത്തെ ചില സ്ത്രീകളൊക്കെ വെള്ളപടിക്കണ പെണ്ണുങ്ങളുണ്ടായിരുന്നു പണ്ട്. അപ്പം ഹേലി ഇത് വാതിക്കൽ ഇരുന്നുകൊണ്ട് ഇവളുടെ മുഖം കാണുന്നുണ്ട്. ആരാണ് ഹേലി? പുരോഹിതൻ. അവൾ വന്ന് പറഞ്ഞു, എന്താണ് രാവിലെ വരച്ച് കയറ്റിയിട്ട് വന്നിരിക്കുകയാണ്, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്ന് ചോദിച്ച്. അങ്ങനെ ചോദിച്ചിരിക്കണത്, നീ മദ്യപിച്ചിട്ടാണ് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കണത്, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്ന് പറയും. പക്ഷേ ഇങ്ങനെ തന്നെ ശരിക്കും ആക്ഷേപിക്കുന്ന പോലെ തെറ്റിദ്ധരിക്കുന്നവർ നമ്മളെ ആക്ഷേപിക്കും, അല്ലേ? ഇപ്പം കൃപാസനത്തിനെ തെറ്റിദ്ധരിക്കുന്നവർ കൃപാസനത്തെ ആക്ഷേപിക്കണില്ലേ? പിന്നെ ഒക്കെ വല്ല ആക്ഷേപം ഉണ്ടാ? ഒരു ആക്ഷേപവും ഇല്ല. എന്താ കാര്യം?
ഇപ്പം നീ വെള്ളമടിച്ചിട്ടാണോ വന്നിരിക്കണത്, വരച്ച് കയറിയിട്ട് വന്നിരിക്കണമെന്ന് ചോദിച്ചാലാണ് ഹേലി പുരോഹിതൻ. അന്ന വെള്ളമടിച്ചൊന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? ഗുരു എന്നാ വിളിക്കണത്. ഗുരു. അതായത് നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോഴും ആക്ഷേപിക്കുമ്പോഴും ഹന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തി ആത്മസംയമനം കൈവിടത്തില്ല അല്ലേ. ഗുരു, ഞാൻ വെള്ളമടിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ നശിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തരുത്. എൻ്റെ സങ്കടം കൊണ്ട് പൊറുതി മുട്ടിയിട്ട് എനിക്ക് കർത്താവിനോടല്ലാതെ പിന്നെ പറയാനൊരു ഇടമില്ലാത്ത കൊണ്ട് എൻ്റെ സങ്കടമെല്ലാം ഞാൻ ഇവിടെ ചൊരിഞ്ഞതാണെന്ന് പറയും എന്നല്ലേ പറയണത്. ഉടനെ ഹേലി പറയും, മകളെ, ഇസ്രായേലിന്റെ ദൈവം നിനക്ക് സമാധാനം തരട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, സമാധാന പ്രഭുവേ, ഇസ്രായേലിന്റെ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ തൊഴിൽ മേഖലകളിൽ, മക്കളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ, ഞങ്ങളുടെ ജീവിത മേഖലകളിൽ സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യദാനമായ സമാധാനം നിന്ന് അരുളി ചെയ്ത ദൈവമേ, സമാധാനം നിറയ്ക്കണമേ. നേരവും ആരാധനയും സ്തുതിയും പോയിച്ചതായി. എൻ്റെ മക്കളെ, സൈന്യങ്ങളെ കർത്താവിൻ്റെ മുമ്പിൽ അവളെ കണ്ണീരിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, അവളെ ആക്ഷേപിക്കുന്ന സമയത്ത് പോലും കർത്താവ് സ്നേഹത്തോടാണ്, ദൈവത്തോടാണ് താൻ തൻ്റെ സങ്കടങ്ങൾ പറയുന്നതെന്ന് സംയമനത്തോടു കൂടി ആ വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് ദൈവതിരുസന്നിധി തൻ്റെ സ്നേഹവും വിശ്വാസവും സമർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് അവൾക്ക് സന്താന സൗഭാഗ്യം നൽകിയെന്ന് കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, സന്താനരഹിതരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പലവട്ടം അബോർട്ടായി പോയിട്ടുള്ളത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായിട്ട് സന്താനങ്ങളില്ലാതെ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ പ്രാർത്ഥിക്കുന്നു. വധ്യായ എലിസബത്തിന് സന്താന ഭാഗ്യം കൊടുത്ത ദൈവമേ, സാറായിക്ക് സന്താന ഭാഗ്യം കൊടുത്ത ദൈവമേ, എല്ലാ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആ ദൈവത്തിൻ്റെ ചൈതന്യം, ശക്തി, പരിപാലന, കരുണ എല്ലാം അതുപോലെ തുടരുകയാണ്. ഐ വിൽ ബി വിത്ത് യു ഓൺ ടു ദി ലാസ്റ്റ് എന്ന് ഈശോ പറഞ്ഞതും ഈ കരുണയുടെ പ്രൊലോങ്ങിങ്. കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നമ്മുടെ പിതാക്കന്മാരോട് കാരുണ്യമായി കൂടെ ഉണ്ടായിരുന്ന കർത്താവ് കാലങ്ങളോളം കൈപിടിച്ചുകൊണ്ട് നിന്റെയും എൻ്റെ കൂടെ സഞ്ചരിക്കും. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ പ്രമേയം എന്താണ്? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ, ദൈവമായിരിക്കട്ടെ നിങ്ങളുടെ. അതിലൂടെ സമാന്തരമായിട്ടാണ് ഹന്നായുടെ പ്രാർത്ഥന പോകുന്നത്. ഹന്ന ആക്ഷേപിക്കപ്പെടുമ്പോഴും സൗമ്യതയോടെയാണ് ഏലിയോട് സംസാരിക്കുന്നത്. കാര്യമെന്താണ്? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ, ദൈവമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. എൽക്കാനയുടെ വീട്ടിലെ പെനീന്ന അന്നായെ അസഭ്യം പറയുമ്പോഴും കുത്തുമ്പോഴും ഓടുമ്പോഴും എല്ലാം കർത്താവിൻ്റെ മുമ്പിൽ അതുപോലെ കണ്ണീരാക്കി മാറ്റുകയാണ്. നിനക്കുണ്ടാകുന്ന എല്ലാവിധ സമ്മർദ്ദങ്ങളെയും ദൈവപൈതലേ കർത്താവിൻ്റെ തിരുസന്നിധിയെ സ്നേഹമായി മാറ്റാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമായി വേണം പ്രാർത്ഥന ഉറവപ്പെട്ടുണ്ടത്. അവിടെയും എന്നെ പറയണത് എന്താണ്? ദൈവമാണ് എന്നയുടെ ലക്ഷ്യം. എലിയോട് പറയും, കർത്താവ് എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ ഞാൻ മച്ചിയല്ലെന്ന് കുറഞ്ഞ പക്ഷം എൻ്റെ നാട്ടുകാർ വിശ്വസിക്കും. എനിക്ക് അത്രയും മതി, കുഞ്ഞിന് ഞാൻ കർത്താവിന് തരാമെന്ന്. കുഞ്ഞിനെ പെറ്റുകൊണ്ടുവന്ന് എൽക്കാന അന്നയുടെ പ്രസവം കഴിയുമ്പോൾ, കൊച്ചിന് 1 വയസ്സാകുമ്പോൾ വീണ്ടും സൈന്യങ്ങൾ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി എൽക്കാന യാത്ര പുറപ്പെടാൻ നേരത്ത് അന്നയോട് ചോദിക്കും, നീ വരുന്നില്ലേ? അപ്പോൾ അന്ന പറയും, ഞാൻ വരും, സമയമാകുമ്പോൾ ഞാൻ വരും. ആരെയും കൊണ്ടുവരും? എൻ്റെ കർത്താവിനോട് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് അവനെ ദേവാലയത്തിൽ എൻ്റെ സഹായമില്ലാതെ വളർത്താൻ പറ്റുന്ന രീതിയിൽ അവൻ വളർന്നു കഴിയുമ്പോൾ, അവന് 3 വയസ്സാകുമ്പോൾ ഞാൻ വരും. ഒക്കെ കേൾക്കണം വാസ്തവത്തിൽ, അതൊക്കെ പോയി വായിക്കണം നിങ്ങൾ. വി ആർ അഡോറിങ് ദ വൺ ആൻഡ് ദ സെയിം ലോർഡ്. അന്നെ ആരാധിച്ച അതേ ദൈവത്തെയാണ് യേശുക്രിസ്തുവിലൂടെ
നമ്മൾ ആരാധിക്കുന്നത് കൈ അടിച്ച് കർത്താവ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അപമാനങ്ങൾ നീക്കുന്നവനെ. ഈശോയെ ആരാധിക്കുമ്പോൾ നമ്മൾ എന്താണ് ആരാധിക്കുന്നത്? ത്രിത്വൈക ദൈവത്തെയാണ് ആരാധിക്കുന്നത്. എന്താ കാര്യം? ഫിലിപ്പോസേ, ഞാനും പിതാവും ഒന്നാകുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പോൾ ആരാധിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ത്രിത്വൈക ദൈവം ഉണ്ടാകണം. പക്ഷെ നമ്മൾ ആരാധിക്കുന്ന ആരിലൂടെയാണ്? പിതാവായ ഈശോയിലൂടെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ശ്രുതിയുടെ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദുരിതങ്ങൾ മാത്രമേ ഞങ്ങൾക്കു മാത്രമേ ഞങ്ങൾക്കു ദൈവം. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവാരാധനയുടെ സമയമാണല്ലേ? ദൈവാരാധനയുടെ മുഹൂർത്തങ്ങളെയാണ് കർത്താവ് ഇപ്പോൾ നമ്മൾക്ക് നെഞ്ചുപൊട്ടി വാക്കുപോലും കിട്ടാതെ വാഗ്ദാന പെടകത്തിൻ്റെ മുമ്പിൽ നിന്ന അന്നയാണ് ഇപ്പോഴേ സാമുവേലിന് 3 വയസ്സായപ്പോഴേ അവനെയും കൊണ്ട് ദേവാലയത്തിൽ വരും. വന്നിട്ട് എന്താ ചെയ്യണത്? ഒരു കാളയെ കൊണ്ടുവന്ന് ബലിയർപ്പിക്കും. എന്താണ്? കർത്താവിനോട് ചെയ്തൊരു ഉടമ്പടിയാണത്. ഹന്ന സാമുവേലിനെ കർത്താവിന് കൊടുക്കാൻ നേരത്തെ ഉടമ്പടി അനുസ്മരിക്കും. പ്രഭു, എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ ഞാനത് കർത്താവിന് തരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഹേലിയെ വിളിക്കും. അന്ന് അങ്ങയുടെ തിരുസന്നിധിയിൽ ഞാൻ ചെയ്ത വാഗ്ദാനമാണ് ഈ കുഞ്ഞ്. കർത്താവ് കുഞ്ഞിനെ തന്നു, ഞാൻ കുഞ്ഞിനെ കർത്താവിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോഴൊരു കാളയെ വെട്ടി അർപ്പിക്കും അവിടെ. എന്തിനാണ്? ഉടമ്പടി അനുസ്മരിക്കാൻ വേണ്ടിയാണ്. പഴയ നിയമങ്ങളിലെല്ലാം ഉടമ്പടി മൃഗബലി നടത്തിക്കാണ് ഉടമ്പടിയുടെ ബന്ധത്തെ അനുസ്മരിപ്പിക്കുന്നത്. കർത്താവിനോട് ദൈവപൈതലെ വിശ്വാസം പോലെ തന്നെയാണ് വലുതാണ് വിശ്വസ്തത. നിന്റെ കാര്യങ്ങൾ താമസമുണ്ടായാലും നീ വിശ്വാസത്തിൽ, പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ, ദാനധർമ്മങ്ങളിൽ, പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ കർത്താവിനോട് ചെയ്ത ഉടമ്പടിയിൽ വിശ്വസ്തയാണെങ്കിൽ ദൈവപൈതലെ കർത്താവ് നിന്നോട് സംസാരിക്കും. ഒരു കാരണവശാലും ഉടമ്പടിയിൽ നിൻ്റെ മക്കൾ വാക്കിലോ പ്രവൃത്തിയിലോ പോവാതിരിക്കാൻ, ഇത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് ഫ്ലക്ച്വേഷൻ ഉണ്ടായി പിരിഞ്ഞാലും വീണ്ടും നീ കർത്താവിലേക്ക് വന്ന് മാപ്പ് പറഞ്ഞുകൊണ്ട് നിൻ്റെ ഉടമ്പടി പാലിച്ചുകൊണ്ട് പോകണം. എന്താ കാര്യം? അത് ദൈവികമായ പദ്ധതിയല്ലേ? അപ്പോഴെപ്പോഴായാലും ആ വിഷയത്തിൽ ദൈവം നമ്മളോട് നമ്മുടെ വിശ്വസ്തത പരീക്ഷിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ വിശ്വസ്തനാണെന്ന് കർത്താവിൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഉടമ്പടിയിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, കർത്താവ് നിന്നെ നിത്യത വരെ അനുഗ്രഹിക്കും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ രോഗങ്ങളും ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളും ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ മേഖലകളും തൊഴിൽ രഹിത അവസ്ഥകളും സന്താനമില്ലാത്ത അവസ്ഥകളും ഞങ്ങൾ അനുഭവിക്കുന്ന പരിഭവങ്ങളും വിമർശനങ്ങളും വിഷമതകളും എല്ലാം കർത്താവിന് സമർപ്പിക്കട്ടെ. കരമുയർത്തി മനമുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. കർത്താവെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും നമ്മൾ പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പരപ്രാവശ്യം എൻ്റെ മനസ്സ് ഒരുങ്ങിയായിരുന്നു. അപ്പോൾ വേറെ വചനം കിട്ടിയതുകൊണ്ടാണ് ഞാൻ ആ വഴി പോയത്. ഇപ്പോഴും കുഞ്ഞുങ്ങളില്ലാത്തവർ അടിവയറ്റി കൈവെക്കുന്നവരെ കൈ കർത്താവിൻ്റെ നാമത്തിൽ വെക്കുക. സ്തുതിക്കട്ടെ. മറ്റുള്ളവരെ കർത്താവെ ഇപ്പോഴടിവയറ്റി കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ ഉദരങ്ങളെ കർത്താവിനെ ആശീർവദിക്കണമേ. മക്കളില്ലാത്തവർക്ക് കർത്താവെ മക്കളെ നൽകണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാണ്. മക്കളില്ലാത്തവർക്ക് അന്നയെപ്പോലെ
സാമുവേലിനെ കൊടുത്തതുപോലെ കർത്താവിന്റെ കാരണത്തെ കുഞ്ഞുങ്ങളെ ലഭിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സന്താനരഹിതരെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, സാമ്പത്തികമായ കടങ്ങളിൽ വിഷമിക്കുന്നവര്, ആ മേഖലയെല്ലാം ഉടമ്പടി ചെയ്തവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. കർത്താവ്, നമ്മുടെ സൈന്യങ്ങളുടെ കർത്താവിനെ സങ്കടകാലത്ത് ആരാധിച്ച അന്നേ എൽക്കാനെയൊക്കെ അനുസ്മരിച്ചുകൊണ്ടാണ് വചനത്തിലൂടെ വിശ്വാസത്തെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, സൈന്യങ്ങളുടെ കർത്താവേ, സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം, എത്ര മനോഹരം. കുരുകിൽ പക്ഷി, കുരുകിൽ പക്ഷി തന്റെ കുഞ്ഞിനെ പറക്കാൻ, തന്റെ കുഞ്ഞിനെ വാർക്കാൻ ഒരു കൂടം, ഒരു കൂടും. മീവൽ പക്ഷി, മീവൽ പക്ഷി ഒരു സങ്കേതവും, ഒരു സങ്കേതവും അങ്ങയുടെ ബലിപീഠത്തെങ്കിൽ, അങ്ങനെ ബലിപീഠത്തെങ്കിൽ കണ്ടെത്തിയിരിക്കുന്നു. 84 സങ്കീർത്തനങ്ങളെ 84 സങ്കീർത്തനങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങൾക്കും ഈ ബലിപീഠത്തിൽ നിന്ന് ദൈവത്തിന്റെ ശക്തി ഒഴുകട്ടെ. ഹല്ലേലൂയ. കർത്താവേ, തൊഴിൽ രഹിതരെ, സ്വന്തമായി പാർക്കുന്നതിന് സ്ഥലമില്ലാത്തവരെ, പറമ്പ് വാങ്ങാൻ അഡ്വാൻസ് ചെയ്തിട്ടുള്ളവരെ, ലോണിന് അപേക്ഷിച്ചിട്ടുള്ളവരെ എല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, ദിവ്യകാരുണ്യ ശക്തിയാൽ അത്ഭുതകരമായിട്ട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനരഹിതരെ ആശീർവദിക്കണമേ. കൈകൾ വീശി ചേർന്ന് പാടാം. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. മകളെ, കുടുംബകലഹങ്ങള് ശ്രദ്ധിക്കുക. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുമ്പിലാണ് നീ നിൽക്കുന്നത്. നിന്റെ കണ്ണുനീർ തുടച്ച് മാറ്റപ്പെടും. നിന്റെ കഴിവിനാലല്ല, നിന്റെ കഴിവിനോ നിന്റെ യോഗ്യതയ്ക്കോ ഉടമ്പടിയിൽ പ്രസക്തിയില്ല. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് ഉടമ്പടി വചനം. നിന്റെ കഴിവിനാലല്ല, എൻ്റെ കൃപയാൽ. എപ്പോഴും ഭാഗോടമ്പടി നടക്കാത്ത കുടുംബങ്ങൾ, വഴിയില്ലാത്ത വീടുകൾ, യോഗ്യതയില്ലാത്ത സർട്ടിഫിക്കറ്റുകൾ, ആർക്കും നമ്മുടെ ജീവിതത്തെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റത്തില്ല. എന്തിനാണ് എന്നെ വിളിക്കണത്? മുന്നോട്ട് പോകാൻ പറഞ്ഞില്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? നിന്റെ ജീവിതത്തെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ എനിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഞാനാണ് പറയണത്, മുന്നോട്ട് പോകാൻ കൈയടിച്ച് കർത്താൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, തൊഴിൽ മേഖലകൾ ആശീർവദിക്കണമേ. കർത്താവായ ദൈവമേ, വിദേശ ജോലിക്ക് പോകുന്ന പേപ്പറുകൾ ആശീർവദിക്കണമേ. ഹല്ലേലൂയ. അവസാനത്തെ ഫുൾ സ്റ്റോപ്പാണ് മരണം. ആ മരണത്തിൻ്റെ ഫുൾ സ്റ്റോപ്പ് മായ്ച്ചു കളഞ്ഞവനാണ് കർത്താവ്. അപ്പം നമ്മളോട് പറഞ്ഞു, ബിലീവ് ഇൻ മീ. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുവൻ, എന്നിലും വിശ്വസിക്കുവൻ. എന്താ? അവൻ വിരാമങ്ങൾക്ക് വിരാമമിടുകയാണ്. ഇനി മരണമില്ലെന്ന് പൗലോസ് പറയുമ്പോൾ മരണത്തിന് താഴെയുള്ള എല്ലാ തടസ്സങ്ങളുമില്ല. കൈയടിച്ച് കർത്താൻ. ഈ ഭൂമിയിൽ നമ്മൾ എവിടെയെങ്കിലും തോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവം നമ്മളെ സ്വർഗത്തിൽ ജയിപ്പിച്ചിരിക്കാം. കർത്താവ് തോറ്റയിടങ്ങളിലെല്ലാം കർത്താവിനെ നിത്യതയെ ജയിപ്പിച്ചവനാണ് നമ്മുടെ പിതാവ്. കൈയടിച്ച് കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ ദൈവമേ, ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നിന്നെ അലട്ടുന്ന എല്ലാ ജീവിത മണ്ഡലങ്ങളും
എല്ലാം മരണത്തിന് താഴെയാണെന്ന് ഓർക്കണം. മരണത്തെപ്പോലും ജയിച്ചവനാണ് നമ്മൾ പറയണത്. എന്നിൽ വിശ്വസിക്കുവൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥാനങ്ങളുണ്ട്. അവസാന ശത്രുവായ മരണത്തെ തോൽപ്പിക്കുന്നതിന് മുമ്പ് അവൻ പറഞ്ഞ വാക്കുകളാണവ. ബിലീവ് ഇൻ മീ, എന്നിൽ വിശ്വസിക്കുവൻ. മരണത്തെപ്പോലും ജയിപ്പിക്കാൻ, ജീവിതത്തെ ജയിക്കാൻ, ജീവിത ദോഷങ്ങളെ, തടസ്സങ്ങളെ, അസുഖങ്ങളെ, എല്ലാ ജീവിത ദുരിതങ്ങളെയും ജയിക്കാൻ കർത്താവ് പറഞ്ഞതാണ് ബിലീവ് ഇൻ മീ, എന്നിൽ വിശ്വസിക്കുവൻ. ഏറ്റു പ്രാർത്ഥിക്കുക, കർത്താവേ, കർത്താവേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യകാരുണ്യമേ, എല്ലാ തകർച്ചകളുടെയും, എല്ലാ തകർച്ചകളുടെയും, കടങ്ങളുടെയും, എല്ലാ കടങ്ങളുടെയും, എല്ലാ രോഗങ്ങളുടെയും, എല്ലാ രോഗങ്ങളുടെയും, എല്ലാ അപമാനങ്ങളുടെയും, എല്ലാ അപമാനങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, നിന്നെ വിശ്വസിക്കുന്നു. ഓ ദൈവമേ, ഓ ദൈവമേ, ഓ ഈശോയെ, ഓ ഈശോയെ, ദൈവിക ശക്തിയാൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. കർത്താവേ, കടങ്ങൾ ക്രമീകരണം മാറ്റാൻ ദൈവത്തിന്റെ ശക്തിയാൽ വഴി തെളിച്ചു തരണമേ. ഹല്ലേലൂയ. വഴിയും സത്യവും ജീവനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ചില പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ 5 ദിവസങ്ങളിലും പുതുതായിട്ട് ഉടമ്പടി എടുക്കേണ്ടവർക്ക് ഉടമ്പടി എടുക്കാൻ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ഈ ദിവസങ്ങളിൽ ഉടമ്പടി പുതുക്കാനും കഴിയും. ആഗസ്റ്റ് മാസം മുതലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പണ്ട് നമ്മൾ ഞായറാഴ്ച പ്രാർത്ഥനയുണ്ടായിരുന്നു ഇവിടെ, അല്ലേ? എന്താ ഉദ്ദേശം? എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും വരിക, കമ്പനി ജോലി, പ്രൈവറ്റ് ജോലിയൊക്കെ ചെയ്യുന്ന ജോലിക്കാർക്ക് പങ്കെടുക്കുക ഉദ്ദേശമാണ്. പക്ഷേ അത് കൂടി അവസാനം റോഡിലൊക്കെ ആൾക്കാർ കയറി നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ആ ചേച്ചി പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടി ആളെ ദേവാലയത്തിൻ്റെ ഉള്ളിലാക്കി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും പ്രാർത്ഥനയുടെ ഒരു എണ്ണം കൂടി കൂട്ടിയിരിക്കുകയാണ്. ഏതാണ്? സെക്കൻഡ് സാറ്റർഡേ. അപ്പോഴേ ഈ സെക്കൻഡ് സാറ്റർഡേ മുതൽ ഉടമ്പടി ഉപവാസ ആരാധന ഉണ്ടായിരിക്കുന്നതാണ്. ഉടമ്പടി എടുത്തിരിക്കുന്നവർ ആർക്ക് വേണമെങ്കിലും, പ്രത്യേകിച്ച് ലീവ് കിട്ടാത്തവരൊക്കെ, ഇപ്പം തിങ്കളും ചൊവ്വായും ലീവ് കിട്ടാത്ത ഒത്തിരി പേര് സങ്കടത്തോടെ പറഞ്ഞു. പിന്നെ അതിൻ്റെ പേരിൽ നിങ്ങൾ ഉടമ്പടി എടുക്കാണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾക്ക് സെക്കൻഡ് സാറ്റർഡേയിൽ ഉടമ്പടി എടുത്തവർക്ക് ലീവ് എടുക്കാതെ തന്നെ നിങ്ങൾക്ക് ധ്യാനത്തിൽ പങ്കെടുക്കാൻ കഴിയും. അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഉടമ്പടി എടുത്ത അനുഗ്രഹം പ്രാപിക്കാവുന്നതാണ്. ഒക്ടോബർ 26-ാം തീയതിയാണ് ജപമാല റാലി. ഒരു വർഷം മുഴുവനും ആൾക്കാർ സാക്ഷ്യം പറയുന്ന 60,000 പേര് പങ്കെടുക്കുന്ന ജപമാല റാലിയാണ്. കൃപാസനത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് എന്താ? ഇപ്പം കാൻഡിൽ ലൈറ്റ് പ്രെയറിൽ അല്ല കമ്പ്യൂട്ടറിൽ തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് ഒരു ദമ്പതികൾ, അപ്പോൾ അവർ 4 പേര്, ഭാര്യയും അപ്പനും അമ്മയും 2 മക്കളും വന്ന് സാക്ഷ്യം പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ സാക്ഷ്യമല്ല. പക്ഷേ അവർ എന്താണത് അനുഭവിച്ചത് സാക്ഷ്യം പറയാൻ? ഒന്ന്, അവർ ഡൽഹിയിൽ നിന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. രണ്ടാമത്തത് എന്താണ്? അവർ കാൻഡിൽ ലൈറ്റ് ചെയ്തിട്ടാണ്, കമ്പ്യൂട്ടറിൽ തിരികെത്തിച്ചിട്ടാണ് മാതാവ് അനുഗ്രഹം ചെയ്തിരിക്കുക. അമ്മ മാതാവ്, നിങ്ങൾക്കറിയാമോ ഇതിൻ്റെ സത്യാവസ്ഥ? ഇവിടെ ഈ പല വിഷയങ്ങളും ആക്ഷേപങ്ങളും ചിലപ്പോൾ സമരങ്ങളൊക്കെ നടക്കുക. അച്ഛൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. എന്താ മൈൻഡ് ചെയ്യാത്തതെന്നറിയാമോ? ഇതൊന്നും എൻ്റെ വിഷയം പോലും അല്ല കൃപാസനത്തിൻ്റെ. കാര്യം നമ്മുടെ വിഷയം എന്താ? നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു വിഷയമുണ്ട്. അമ്മ മാതാവേ, അമ്മ പ്രത്യക്ഷപ്പെട്ട സഭ ഏറ്റെടുത്ത് പഠിക്കുക. ദാറ്റ് ഈസ് അവർ എൻഡ്. നമ്മുടെ അൾട്ടിമേറ്റ് എയിം അതാണ്. വേറെ ഒന്നും ഒരു പ്രശ്നമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്. എന്താണ്? അമ്മ 2004 പ്രത്യക്ഷപ്പെട്ടത് സഭ പഠിച്ചിട്ട് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയതിൻ്റെ പൊരുൾ എന്താണെന്ന് സഭ ലോകത്തോട് പറയാനുള്ള ദൈവ മനസ്സുണ്ട്. അത് വെളിപ്പെടുത്തേണ്ട ഭാഗമായിട്ടാണ് ഈ അടയാളങ്ങളുള്ളത്. ഇവിടെ അത്ഭുതങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളൊന്നുമില്ല. ഈ അത്ഭുതങ്ങളെല്ലാം പഠിക്കുമ്പോൾ
ആ അത്ഭുതങ്ങളെല്ലാം ചെന്ന് നിൽക്കണത് എങ്ങോട്ടാണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണങ്ങളിലേക്കാണ്. പക്ഷെ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുമോ? അതാരാ ചെയ്യേണ്ടത്? ഔദ്യോഗിക സഭയാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ സഭയുടെ പ്രത്യക്ഷ പഠനങ്ങൾക്കാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വേറെ ഒരു വിഷയവും നമ്മൾ ആലോചനപ്പെടുത്തുകയുമില്ല, അലങ്കോലപ്പെടുത്തുകയുമില്ല. ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട മണ്ണാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പിശാചും തൊടാൻ പറ്റത്തില്ല. എന്താ കാര്യം? അതൊക്കെ വെറുതെ ചുമ്മാ ആൾക്കാർ ഓരോ കാലങ്ങളിൽ ഓരോ കോലവും കെട്ടി ഇറങ്ങണതല്ല. അത് ഞാൻ പറയേണ്ട കാര്യമുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പോൾ പൊതുജനം അല്ലെങ്കിൽ മാധ്യമം എന്തെങ്കിലും നമ്മൾ പ്രവർത്തനങ്ങളിൽ പൊതുധാരണയ്ക്ക് പൊതുധാരണയെന്ന് അച്ഛൻ പറയത്തുള്ളൂ. നിലവിലുള്ള പൊതുധാരണയ്ക്ക് പറ്റാത്ത എന്തെങ്കിലും ജനങ്ങളിലേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. നമ്മൾ അതിനുള്ള വിനയമുണ്ട്, നമുക്ക് അതിനുള്ള സത്യസന്ധതയുണ്ട്. പക്ഷേ വിശ്വാസം പഠിപ്പിക്കുക, കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക എന്നുള്ളത് അവർ ലൈഫ് മിഷൻ. നമുക്ക് വേറെ ഓപ്ഷനില്ല. നമ്മളിവിടെ ജീവിക്കണത് തന്നെ എന്തിനാണ്? യേശുക്രിസ്തുവിലൂടെ നേടിയെത്ത രക്ഷ എല്ലാവർക്കും അതിന് അവകാശമുണ്ട്. അവിടെ അവകാശത്തെ മാനിച്ചുകൊണ്ട് അറിയിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് അടയാളങ്ങളിലൂടെ കർത്താവ് സ്ഥിരീകരിക്കുമ്പോൾ വലിയ സംഭവങ്ങൾ നടക്കും. ഇതിനേക്കാൾ വലിയ അടയാളങ്ങൾ നടക്കും. കാര്യം എന്താണ്? അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടമാണ് അത്. സഭ എത്രയും വേഗം, ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, കാര്യം ഞാൻ ഒക്കെ മരിച്ചു കഴിഞ്ഞാണ് സഭ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സഭയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ എനിക്ക് സഹായിക്കാൻ പറ്റാണ്ട് വരും, അല്ലേ? ഇപ്പം ഞാൻ എപ്പോഴും ഓർക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പഠനങ്ങൾ, അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പഠനങ്ങൾ ആരംഭിക്കണം. ഇൻ കേസ് എന്തെങ്കിലും എതിരഭിപ്രായം പോലും ഉണ്ടെങ്കിലും അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അതാണ് അവർ മെയിൻ സംഭവം. എന്നെ സംബന്ധിച്ച് അലട്ടാണ് ഒറ്റ പ്രശ്നമേ ഉള്ളത്. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും എന്നെ അലട്ടാറില്ല. എന്നുവെച്ചാൽ ബാക്കിയെല്ലാം എന്താണ്? നമ്മൾ ലക്ഷം ജപമാല ചൊല്ലി ആസ്തിയുള്ള ധ്യാനകേന്ദ്രമാണിത്. 60,000 പേരുടെ ജപമാല റാലി നടത്തുന്നത് ആരുമില്ല ഇവിടെ. ആരുണ്ട്? 60,000 പേര് ജപമാല റാലി നടത്തുകയാണ് എല്ലാ കൊല്ലവും. എത്ര ലക്ഷം ജപമാലയാണ് നമ്മുടെ ബാങ്കിലുള്ള നിക്ഷേപം? അതിൽ നിന്ന് ഒന്നും എടുത്തിട്ടില്ല ഇപ്പോഴും. ഈ ലൈറ്റ് ആൻഡ് കായൽ പ്രയർ റിക്വസ്റ്റ് ഇടുമ്പോഴും കൃപാസനത്തിൻ്റെ അകത്ത് ചില ആൾക്കാർ പറഞ്ഞു വന്ന് കൃപാസനം വന്ന് ഓർത്താൽ പോലും അനുഗ്രഹം കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ആത്മീയ ആസ്തി എന്ന് പറയണത്. ഇത് നടത്തുന്നത് 100-500 പേരെ ഉണ്ടാകത്തുള്ളായിരിക്കും. പക്ഷേ 30 വർഷമായി നിലനിൽക്കുന്ന ജപമാലയുടെ ഒരു ആധ്യാത്മിക ആസ്തിയുണ്ട്. അത് നമ്മളിപ്പോഴും ആ നിക്ഷേപം നമുക്കിപ്പോഴും തൊട്ടിട്ടില്ല. നമ്മൾ ഇത്ര ഇഷ്യൂസ് ഉണ്ടായിട്ട് തൊട്ടിട്ടില്ല. എന്താ കാര്യം? അത് ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ ആത്മരക്ഷയും ദൈവത്തിൻ്റെ പദ്ധതികൾ ലോകത്തോട് പറയാൻ വേണ്ടി സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെയാണ് ആ നിക്ഷേപം. ബാക്കിയുള്ളതെല്ലാം ആരാണ് പരിഹരിക്കണത്? കർത്താവിൻ്റെ കാര്യമാണ്, നമ്മുടെ കാര്യമല്ല. ഇതൊന്നും നമ്മുടെ പ്രൈവറ്റ് സ്വത്തുകളൊന്നുമല്ല. വെളിഞ്ചമ്മ വെള്ളവും പോലുള്ള ബന്ധം പോലും എനിക്കും കൃപാസനുമായിട്ട് ഭൗതികമായിട്ടില്ല. എന്താ കാര്യം എന്നറിയാവോ? ഇത് ദൈവം പ്രത്യക്ഷപ്പെട്ട ഇടമാണ്. ഇത് അമ്മ മാതാവാണ് തീരുമാനിക്കുന്നത് ഇവിടെ എന്ത് നടക്കണമെന്നും എന്ത് ലോകത്തോട് ഇതിനെ ഉപകരണമാക്കിക്കൊണ്ട് സംസാരിക്കണമെന്നും ദൈവം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ്റെ ഒരു തീരുമാനങ്ങൾക്കും പ്രസക്തിയില്ല. അതുകൊണ്ട് ദൈവ തീരുമാനങ്ങൾ നടപ്പിൽ വരാൻ വേണ്ടി നിങ്ങളൊക്കെ വീണ്ടും ഞാൻ പ്രാർത്ഥന യാചിക്കുകയാണ്. നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം, പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യണം. കമ്പ്യൂട്ടറിൽ ഏത് ഭൂഖണ്ഡങ്ങളിൽ നിന്നും കത്തിച്ചുകൊണ്ട് മാതാവിനെ ആശ്രയിക്കുമ്പോൾ ലക്ഷോപലക്ഷം, കഴിഞ്ഞ കൊല്ലം തന്നെ 50 ലക്ഷം ജപമാലയാണ് ചൊല്ലിയിരിക്കുന്നത്. അതെല്ലാം ആധ്യാത്മിക ആസ്തിയാണ്. ആ ആസ്തിയുടെ മൂലധനത്തിൽ നിന്നാണ് നമ്മൾ ആശ്രയിച്ച് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കൃപ കൊടുക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥനയുടെ ആസ്തി അത് തന്നെയാണ്. ഇനിയും പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുകയാണ്. നിങ്ങളും കൂടുതൽ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ആവശ്യമുള്ള സമയമാണിത്. ദൈവിക പദ്ധതികളെ ജനമധ്യത്തിൽ കൊണ്ടുവന്ന് നാനാജാതി മതസ്ഥർക്ക് ആശ്വാസവും സന്ധിപ്പും അവിടെ സങ്കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ വേണ്ടി ദൈവം ഈ വേദിയെ വിഭാവന ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചും വിശുദ്ധീകരിച്ചുമാണ് അതിനെ ദൈവിക ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കേണ്ടത്. ഷാലോം ടി വിയിലെ കൃപാസനം ധ്യാനം, അതുപോലെ ഗുഡ്നസ് ടി വിയിലും ആരംഭിച്ചിട്ടുണ്ട്. ഗുഡ്നസ് ടി വിയിൽ കൃപാസനം ധ്യാനമുള്ളത് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 5:30 മരീൻ ഉടമ്പടി ധ്യാനം. ഷാലോം ടി വിയിലുള്ളത് എല്ലാ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30, വെള്ളിയാഴ്ച രാവിലെ 8:30.
ആഭരണങ്ങളുള്ളവർ സൂക്ഷിക്കുക. പുറത്തേക്ക് പോകാനുള്ള 2 ഗേറ്റുകൾ വടക്ക് വശത്തുണ്ട്, നേരെ പടിഞ്ഞാറ് വശത്തേക്കും പോകാം. പത്രം വാങ്ങിച്ചിട്ട് ഇപ്പം എല്ലാ പത്രവും എങ്ങനെയാണ് നടത്തുന്നത് ആൾക്കാർ? എല്ലാ പത്രവും നമ്മൾ വായിക്കുന്ന പത്രമെല്ലാം നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്നാണ് നമുക്ക് തരുന്നത്. മനോരമയായാലും മാതൃഭൂമിയായാലും അല്ലേ? പത്രങ്ങളെല്ലാം ഇതുപോലെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനുള്ളതാണ്. മറ്റു പത്രങ്ങൾക്കെല്ലാം നമ്മൾ പണം കൊടുത്താണ് വാങ്ങണത്. ഇതെങ്ങനെ ചെയ്യും? ഇപ്പോഴും നമ്മൾ പത്രം വെറുതെ കൃപാസനത്തിന് പ്രേക്ഷിത വേലയ്ക്ക് കൊണ്ടുപോകുന്നവരുണ്ട്. പ്രേക്ഷിതർക്ക് 3 രൂപ പ്രകാരം പത്രം കൊടുക്കുന്നവരുണ്ട്. അവരും കൊണ്ടുപോയി പ്രേക്ഷിത പ്രവർത്തനമാണ് ചെയ്യണത്. എന്താ ചെയ്യണത്? കൃപാസനത്തിൻ്റെ ദൈവിക ലക്ഷ്യങ്ങളെ ജനങ്ങളിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളെ എത്തിക്കുക, അതിലൂടെ വെളിപ്പെടുന്ന ദൈവികമായ സന്ദേശങ്ങൾ കൈമാറുക, അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനം. അല്ല മതം മാറ്റമൊന്നുമല്ല. അതൊക്കെ ചുമ്മാ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന ആൾക്കാർ. ആരാ മതം മാറ്റണത്? ഇതൊക്കെ വെറുതെ പറയണതാണ്. വെറുതെ പറയണതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞോളാം. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അച്ഛൻ വിശദീകരിക്കും. അച്ഛൻ വിശദീകരിക്കേണ്ടതാണെങ്കിൽ അച്ഛൻ വിശദീകരിക്കേണ്ട മെയിൻ കാര്യങ്ങൾ വരികയാണെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാവും. അപ്പം നിങ്ങൾ എടുത്ത ഉടമ്പടിയോട് വിശ്വസ്തരുള്ളവരായിരിക്കുക. നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. വിശ്വാസ പ്രമാണം ചെയ്യട്ടെ. വിശ്വാസ പ്രമാണം. ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവായ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിനെയും പാപങ്ങളുടെ മോചനത്തിനും നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ. 2 കരങ്ങൾ ഉയർത്തി അതിശക്തമായിട്ട് നിങ്ങൾ സ്തുതിക്കണം. ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. രോഗപീഠകൾ, ജീവിത പ്രതിസന്ധികൾ, കടഭാരങ്ങൾ എല്ലാം കർത്താവ് ഏറ്റെടുക്കുകയാണ്. യേശുവേന്ന് വിളിച്ചപേക്ഷിക്കട്ടെ. യേശുവേന്ന് വിളിക്കട്ടെ. അതിശക്തമായി വിളിക്കട്ടെ. കർത്താവിന്റെ ശക്തി നിറയട്ടെ. അത്ഭുതങ്ങൾ ചെയ്യുന്നവനെ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവനെ, മാരക രോഗങ്ങള് സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്